എവരിവൺ, all of you, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ ഗ്യാസ് അതോറിറ്റിയിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗെയിൽ റിക്രൂട്ട്മെൻറ്റ് 2024 നോൺ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം 8/8/2024 പ്രഖ്യാപിച്ചിട്ടുണ്ട്. 391 ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 8/8/2024 മുതൽ 7/9/2024 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നെക്സ്റ്റ്, തസ്തികയുടെ പേര് നോൺ എക്സിക്യൂട്ടീവ്. പോസ്റ്റ് തീയതി 8/8/2024. ഒഴിവുകളുടെ എണ്ണം ആകെയുള്ളത് 391 ഒഴിവുകളുണ്ട്. സ്ഥലം ഇന്ത്യയിലുടനീളം. നെക്സ്റ്റ്, ഓൺലൈൻ അപേക്ഷയുടെ ആരംഭ തീയതി പറഞ്ഞതാണ് 8/8/2024 ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് 7/9/2024 ഇതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പേ ആയി അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഓരോ പോസ്റ്റിൻ്റെ പേരും അതിലേക്കുള്ള വാക്കൻസി ഡീറ്റെയിൽസും ആണ് പറയുന്നത്. 1, ജൂനിയർ എഞ്ചിനീയർ കെമിക്കൽ, വാക്കൻസി 2. ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ, ഒരു പോസ്റ്റാണ്. ഫോർമൽ ഇലക്ട്രിക്കൽ, ഒരു പോസ്റ്റ്. ഫോർമൽ ഇൻസ്ട്രുമെൻറ്റേഷൻ 14. ഫോർമൽ സിവിൽ 6. ജൂനിയർ സൂപ്രണ്ട് ഔദ്യോഗിക ഭാഷ 5. ജൂനിയർ കെമിസ്റ്റ് 8. ജൂനിയർ 14. 9, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 3 പോസ്റ്റാണ്. ഓപ്പറേറ്റർ കെമിക്കൽ 73 പോസ്റ്റ്. ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ 44. ടെക്നീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ 45 ഒഴിവുകളുണ്ട്. ടെക്നീഷ്യൻ മെക്കാനിക്കൽ 39. ടെക്നീഷ്യൻ ടെലികോം ആൻഡ് ടെലിമെട്രി 11. ഓപ്പറേറ്റർ 39. ഓപ്പറേറ്റർ 8. 16, ഓപ്പറേറ്റർ ബോയിലർ 8 വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. 17, അക്കൗണ്ട് അസിസ്റ്റൻറ്റ് 13 വാക്കൻസി. 18, ബിസിനസ് അസിസ്റ്റൻറ്റ് 65. ടോട്ടൽ 391 വാക്കൻസികളാണ് ഉള്ളത്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിൻ്റെ സാലറി ഡീറ്റെയിൽസ് ആണ്. എസ് നമ്പർ 1, ഗ്രേഡിൻ്റെ പേര് S3. പേ സ്കെയിൽ 24,500. സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്ന സാലറിയാണ്. പിന്നീട് 90,000 വരെ സാലറി ലഭിക്കുമെന്നാണ് പറയുന്നത്. എസ് നമ്പർ 2, S5, ഗ്രേഡിൻ്റെ പേര്. പേ സ്കെയിൽ 29,000. സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്ന സാലറിയാണ്. പിന്നീട് 1,20,000 വരെ സാലറി കൂടുതലായി ലഭിക്കും. എസ് നമ്പർ 3, ഗ്രേഡിൻ്റെ പേര് S7. പേ സ്കെയിൽ 35,000. സ്റ്റാർട്ടിങ് ലഭിക്കുന്ന സാലറിയാണ്. പിന്നീട് 1,38,000 വരെ സാലറി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എസ് നമ്പർ 1, പോസ്റ്റിൻ്റെ പേര് നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ. ഉയർന്ന പ്രായപരിധി 26 വർഷം 28 വർഷം. ഏജ് റിലാക്സേഷൻ ഉള്ളവരുടെയാണ് പറയുന്നത്. സംവരണ വിഭാഗങ്ങളായ SC, ST, OBC, PWD ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ പ്രായ നിയന്ത്രണങ്ങൾ ബാധകമാകൂ. SC, STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, PWBD ജനറൽ EWSന് 10 വർഷം, PWBD OBCക്ക് 13 വർഷമാണ്. PWBD SC, ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 15 വർഷമാണ്. ഇത്രയും കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് BCom പൂർത്തിയായിരിക്കണം. ബിസിനസ് അസിസ്റ്റൻറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് MBA പൂർത്തിയായിരിക്കണം. 3, ഓപ്പറേറ്റർ ടെക്നീഷ്യൻ ഉദ്യോഗാർത്ഥികൾക്ക് +2 IT പൂർത്തിയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് 4, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് BSc പൂർത്തിയായിരിക്കണം. നെക്സ്റ്റ് 5, ജൂനിയർ അക്കൗണ്ടൻറ്റ് CA ICWA MCom. നെക്സ്റ്റ് 6, ജൂനിയർ കെമിസ്റ്റ് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം. 7, ജൂനിയർ എഞ്ചിനീയർ ഫോർമൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ. 8, ജൂനിയർ സൂപ്രണ്ട് അപേക്ഷകർ ഹിന്ദിയിൽ ബിരുദം നേടിയിരിക്കണം.
ഇതിൽ പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ പോസ്റ്റിലേക്കുമുള്ള ക്വാളിഫിക്കേഷൻ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ്, തിരഞ്ഞെടുക്കൽ പ്രക്രിയ. അഭിമുഖം വഴിയായിരിക്കും നിങ്ങളെ ഇതിലേക്ക് സെലക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നമ്പർ 1 ജനറൽ OBC EWS കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് 50 രൂപയാണ്. നമ്പർ 2 SC ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഗെയിൽ റിക്രൂട്ട്മെൻറ്റ് 2024 എങ്ങനെ അപേക്ഷിക്കാം. നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ. ഗെയിലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. കരിയറുകൾ, വിവിധ വിഷയങ്ങളിൽ തൊഴിൽ അവസരങ്ങൾ, ഇപ്പോൾ അപേക്ഷിക്കുക, തിരഞ്ഞെടുക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ 8/8/2024 മുതൽ 7/9/2024 വരെ ആരംഭിക്കുന്നു. സാധുവായ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പറും പ്രോസസ്സും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ശരിയായ വിശദാംശങ്ങളോടെ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ശരിയായ വിശദാംശങ്ങളോടെ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക. അപേക്ഷാ ഫീസ് അടയ്ക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്